എന്താ മനെ രജു, എൽപ്പിയുടെ സ്ക്രിപ്റ്റ് എവിടെ വരെ ഉടനെയെല്ലാം കാണൂ? അല്ല ചേട്ടാ, സ്റ്റോറി റെഡിയാണ്. സ്ക്രിപ്റ്റ് മുരളി അതിൻ്റെ വർക്കില്ല. ഓ, എന്താണ് ഇതിലെന്താണ് പുതിയത്? ഏത് പുതിയ രാഷ്ട്രീയ കഥയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്? അല്ലട്ടെ, ഇതിലങ്ങനെയൊന്നുമില്ല. എങ്ങനെ പൊളിറ്റിക്സ്, ഇല്ലുമിനാറ്റി അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. നമ്മൾ പുതിയൊരു പരിപാടിയാണ് ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓ, രാജമൗലിയുടെ കഥ അടിച്ചു മാറ്റിയതായിരിക്കും. അല്ലട്ടെ, പിന്നെ നമ്മളിതിൻ്റെ ഒരു ഭാഗമായിട്ട് സബ്മറീനൊക്കെ കൊണ്ടുവരാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു. ഓ, സബ്മറീനോ? അങ്ങനെ ഇത് കുറെ ഇറങ്ങുമല്ലോ. അത് കുഴപ്പമില്ലല്ലോ ചേട്ടാ, നമുക്ക് വാർണർ ബ്രോസിനെ കൊടുക്കാം. മോനെങ്ങനെയാ സബ്മറൈൻ CGI ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? അയ്യോ അല്ലല്ലോ ചേട്ടാ, ആന്റണി ചേട്ടൻ്റെ വീട്ടിലെ ഗാരേജിലിട്ട് ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. അടിപൊളി. ബബുവ ആന്റണി അയാളോട് പോകാൻ പറ. എന്ത് മനി കണ്ണിലാണോ കുട്ടിയെ? ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓ, സബ്മറൈൻസ് എന്ന് പറയുന്നത് നമുക്ക് അറിയാം. ഇപ്പോൾ ഏതൊരു യുദ്ധത്തിൻ്റെ കാര്യം എടുത്താൽ അവിടെ സബ്മറൈൻസിൻ്റെ സാന്നിധ്യം. അപ്പോൾ സബ്മറൈൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അത് കംപ്ലീറ്റ്ലി റഡാറിലും അതിൻ്റെ സാന്നിധ്യം കണ്ടുപിടിക്കാൻ പറ്റും. സബ്മറൈൻസ് അണ്ടർ വാട്ടറിൽ നാവിഗേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ബോഡിയിൽ വിങ്സ് എന്നല്ല അതിന് പറയുന്നത്. അതിന് പറയുന്ന പേര് ഡൈവിംഗ് ബ്ലേഡ്സ് എന്നാണ്. അതിൻ്റെ ആംഗിൾ സെറ്റ് ചെയ്യുന്നതനുസരിച്ചിട്ടാണ് ഇത്തിരി ഡീപ്പായിട്ട് സബ്മർജ് ചെയ്യുന്നത്, സർഫസിൽ വരുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ മീനുകളുടെ ഗിൽസ് പോലെയാണ് സബ്മറൈൻസിൻ്റെ ഈ ഡൈവിംഗ് ബ്ലേഡ്സ്. മീൻസ് സീയുടെ സർഫസിൽ വരുന്നതും അതുപോലെ അണ്ടർ വാട്ടറിലേക്ക് പോകുന്നത് അത് കംപ്ലീറ്റ് ഫിസിക്സാണ്. ബോയൻസി ഉപയോഗിച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. സബ്മറൈൻസിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും ഉള്ള ബാലസ്റ്റ് ടാങ്ക്സ് ഉണ്ട്. അപ്പോൾ അതിൽ വെള്ളം നിറയുമ്പോഴാണ് സബ്മറൈൻസ് താഴേക്ക് പോകുന്നത്. അതിലേക്ക് എയർ ഫില്ല് ചെയ്യുമ്പോഴാണ് തിരിച്ചത് സർഫസിലേക്ക് പൊങ്ങി വരുന്നത്. ഇതിലൊരു പർട്ടിക്കുലർ ഡെപ്തിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ ന്യൂട്രലായിട്ടുള്ള ബോയൻസി ചെയ്യും. അതായത് നമ്മൾ ബാലൻസ് ചെയ്യുന്നത് വാട്ടറും എയറും ഒരേപോലെ ബാലൻസ് ചെയ്തത്. 2 ടൈപ്പ് സബ്മറൈൻസ് ഉണ്ട്. ഒന്ന് ഡീസൽ ഇലക്ട്രിക് സബ്മറൈൻസും പിന്നെ ന്യൂക്ലിയർ സബ്മറൈൻസ്. ഡീസൽ ഇലക്ട്രിക്കിൻ്റെ കേസിൽ അത് നമ്മൾ ഇതുപോലെ ഡീസൽ ആണ് അതിൻ്റെ ഫ്യൂൽ. ഡീസൽ ഉപയോഗിച്ചിട്ട് ഫ്യൂൽ സെൽസ് ചാർജ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഈ ഫ്യൂൽ സെൽസ് ചാർജ് ചെയ്യാൻ വേണ്ടി ആംബിയൻ്റ് എയറിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് സർഫസിൽ വന്നു പോകണം. അതുകൊണ്ട് മോസ്റ്റ് ഓഫ് ദ ടൈം ഇങ്ങനെ ഈ സബ്മറീൻസ് സർഫസിനോട് ചേർന്ന് തന്നെ ആയിരിക്കും. ന്യൂക്ലിയർ പവർ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ന്യൂക്ലിയർ സബ്മറീൻസിന് എത്ര നാൾ വേണമെങ്കിലും കടലിനടിയിൽ സബ്മർജായിട്ട് കിടക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് സബ്മറൈൻസിനെ കുറിച്ച് എന്തെങ്കിലും ഫാക്ട്സ് അറിയാമെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.